70,000 കോടി രൂപ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഓഫ് ആയി. ഇതിൽ നമുക്ക് മാർക്കറ്റിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. മാർക്കറ്റിന്റെ ഒരു പൊതു സ്വഭാവമാണിത്. മാർക്കറ്റ് ഇത്തരം ന്യൂസുകളോട് അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സ്വഭാവം മാർക്കറ്റിനുണ്ട് താനും. കഴിഞ്ഞ ഒരു 27 വർഷത്തെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. HDFC ബാങ്കിന്റെ ROE, റിട്ടേൺ ഓൺ ഇക്വിറ്റി, അത് കഴിഞ്ഞ 25 വർഷവും 15% മുകളിൽ ഈ ബാങ്ക് നൽകിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് 27 വർഷത്തിൽ ഭൂരിഭാഗം വർഷങ്ങളല്ല, 27 വർഷവും കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഈ 15% ROE ഈ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സിനിടയിൽ ഇതിനിടയ്ക്ക് ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. .com ഇഷ്യൂ, 2008 ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ്, പിന്നെ നമ്മുടെ ഡിമോണിറ്റൈസേഷൻ മൂലമുള്ള ക്രൈസിസ്, കോവിഡ്, ഈ സമയത്തെല്ലാം ഈ ബാങ്ക് 15% ROE, റിട്ടേൺ ഓൺ ഇക്വിറ്റി കൊടുത്തിട്ടുണ്ട്. HDFC ബാങ്കിനെ സംബന്ധിച്ച് മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിഗർ എന്ന് പറയുന്നത് അതിൻ്റെ ബാഡ് ലോൺ റേഷ്യോ ആണ്. അതായത് ബാങ്കിൽ നിന്ന് എടുത്ത ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റാതെ പോകുന്നത്, അത്തരം ലോണുകളെ ബാഡ് ലോൺ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. അതിന് ഈ HDFC ബാങ്കിന്റെ ബാഡ് ലോൺ റേഷ്യോ ഒരു സമയത്തും 2% മുകളിൽ പോയിട്ടില്ല എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. മറ്റ് ഇതൊരു ഇൻഡസ്ട്രി ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ഇരട്ടി 3 ഇരട്ടി ഒക്കെയാണ്. മാത്രമല്ല ഈ ബാങ്കിന്റെ ഏണിങ്സ് ഈ കാലയളവിലെല്ലാം ഡബിൾ ഡിജിറ്റിലായിരുന്നു. ഇതെല്ലാം കാണിക്കുന്നത് ഈ ബാങ്ക് ഈസ് നോട്ട് ഇൻ ട്രബിൾ എന്ന് തന്നെയാണ്. ഒരു വലിയ പ്രശ്നത്തിലൊന്നും അല്ല ബാങ്ക് എന്ന് നമുക്ക് അനുമാനിക്കാം. ഇന്ത്യയിലെ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ബാങ്കാണ് HDFC ബാങ്ക്. അതുപോലെ തന്നെ അസറ്റ് സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എന്നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബാങ്കുകളിൽ ഒന്നാണ് HDFC ബാങ്ക്. HDFC ബാങ്ക് 2023 പേരന്റ് കമ്പനിയായ HDFC ആയിട്ടൊന്ന് മെർജ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചൊരു കോംപ്ലക്സിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഷാർപ്നെസ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ ചെയർമാനായി സ്ഥാനമേറ്റെടുത്ത KK മിസ്ട്രി, ഇപ്പോൾ പുതിയതായിട്ട് സ്ഥാനമേറ്റെടുത്ത KK മിസ്ട്രി, അദ്ദേഹം HDFCയുടെ ഫോർമർ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ ആയിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിബിലിറ്റി ഉള്ള ഒരാളാണ്, എ മാൻ ഓഫ് ഇന്റഗ്രിറ്റി. അദ്ദേഹം പറഞ്ഞത്, അദാനി ചക്രവർത്തി പറഞ്ഞ പോലുള്ള എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ബാങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ താൻ ഈ സ്ഥാനം ഏറ്റെടുക്കത്തില്ല എന്നുള്ളതായിരുന്നു. മറ്റൊന്ന് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ച, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റെപ്പ് ഇൻ ചെയ്ത് അവർ പബ്ലിക്കലി ഈ ലീഡർഷിപ്പ് ട്രാൻസിഷനെ അപ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. സാധാരണ അങ്ങനെ സംഭവിക്കാറുള്ളതല്ല. ഇത്തരം ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു വെയിറ്റ് ആൻഡ് വാച്ച് സമീപനമാണ് സാധാരണ RBI എടുക്കുന്നത്. ഇവിടെ പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇഷ്യൂവിനോട് പ്രതികരിക്കുന്ന ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. വളരെ പബ്ലിക്കായിട്ട് ലീഡർഷിപ്പ് ട്രാൻസിഷൻ അംഗീകരിക്കുകയുണ്ടായി. അത് വളരെ അൺയൂഷ്വലായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ നിന്നെല്ലാം നമ്മൾ സാധാരണ ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, HDFC ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷണൽ ക്രൈസിസോ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്, ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനികളെ എങ്ങനെ ബാധിക്കുന്നു എന്നുകൂടെ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം.